പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രക്ഷുബ്ധം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 തവണയാണ് ലോക്സഭ നിർത്തിവെച്ചത്. സഭാ നടപടികൾ പുനരാരംഭിച്ചു. പ്രധാനമന്ത്രിയെ കണ്ട പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അശ്വിനി വൈഷ്ണവും പ്രതിപക്ഷ ബഹളത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ധരിപ്പിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, 2 തവണയാണ് ഇന്ന് ലോക്സഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ചത്. ഇപ്പോൾ വീണ്ടും സഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യാകെ 15 ദിവസത്തേക്കാണ് ശൈത്യകാല സമ്മേളന നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരുന്നു. അതായത് സഭാ സമ്മേളനം ആരംഭിച്ച് ആദ്യ മിനിറ്റിൽ തന്നെ ചോദ്യോത്തരവേള ആരംഭിക്കുവാൻ വേണ്ടി സ്പീക്കർ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ബീഹാർ FIR അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം തുടർന്നു. പലതവണ സ്പീക്കർ ആവർത്തിച്ചു, ഇത് പ്രതിഷേധത്തിനുള്ള വേദികൾ മറ്റനേകമുണ്ട്, ഇത് ജനോപകാരപ്രദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള അവസരമാണ്, അതിനുള്ള വേദിയാണ് എന്നത് സ്പീക്കർ പലതവണ ആവർത്തിച്ചു. സംയമനം പാലിക്കണമെന്ന് പ്രതിപക്ഷത്തോട് സ്പീക്കർ ആവശ്യപ്പെട്ടു. എന്നാൽ സ്പീക്കറുടെ വാക്കുകൾക്ക് പ്രതിപക്ഷം ചെവി കോർത്തില്ല. പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് 12 മണി വരെ ആദ്യഘട്ടത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും 12 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനിടയിൽ തന്നെ 3 ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. മണിപ്പൂർ ഗുഡ്സ് സർവീസ് ടാക്സ് ബില്ല്, അതേപോലെ തന്നെ സെൻട്രൽ എക്സൈസ് ബില്ല്, ഒപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി, അതേപോലെ തന്നെ നാഷണൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെസ് ബന്ധപ്പെട്ട ഒരു ബില്ല്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ബില്ലുകൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോഴും പ്രതിപക്ഷ ബഹളം തുടരുകയുണ്ടായി. പിന്നീടാണ് 2 മണിവരെ സഭാ നടപടികൾ നിർത്തിവെച്ചത്. ഇപ്പോൾ വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യസഭ സാധാരണഗതിയിൽ തന്നെ മുന്നോട്ട് പോയി. രാജ്യസഭ ഇന്നിപ്പോൾ ആദ്യമായി സ്ഥാനത്തെത്തിയ CP രാധാകൃഷ്ണൻ നടപടികൾ തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതേപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ CP രാധാകൃഷ്ണനെ സഭയിലേക്ക് എതിരേറ്റത്. ഒപ്പം തന്നെ ഈ മല്ലികാർജുന ഖാർഗെയുടെ ഭാഗത്തു നിന്നും ചില പ്രകോപനപരമായ ചില പ്രസ്താവനകൾ CP രാധാകൃഷ്ണനെതിരെ, അതായത് രാജ്യസഭ ചെയർമാനെതിരെ ഉണ്ടായത് ഭരണപക്ഷ ഭാഗത്തു നിന്നുമുള്ള ബഹളങ്ങൾക്ക് ഇടയാക്കി. എന്ന സ്വതസിദ്ധമായ രാധാകൃഷ്ണൻ സഭാ നടപടികൾ നിയന്ത്രിക്കുകയായിരുന്നു. രാജ്യസഭയിൽ അതേസമയം നടപടികൾ കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. വ്യക്തമാണ്. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.